നിങ്ങളുടെ ഇപ്പം സുരേഷ് ചേച്ചിക്ക് ഇത് തിയേറ്ററിലാണ് കണ്ടത്. ഞാനൊക്കെ ഈ ദൂരദർശൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് പഴയകാല സിനിമകൾ എന്ന് പറഞ്ഞ് വരുന്ന സിനിമകളിലാണ് കണ്ടിട്ടുള്ളതും അറിയുന്നതും എല്ലാം. അപ്പം ഇത് ഈ പറഞ്ഞ ഇപ്പം കാണാനൊരു കൊതി അന്നേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നതും ഇപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാണാനും ഈ കഥകൾ കേൾക്കാനും ഒക്കെ ഉള്ള വലിയ രസവും കൗതുകമൊക്കെ ഉള്ള. ഇപ്പം ഞാൻ ചെയ്ത മറ്റൊരു പരിപാടിയിൽ ഇരിക്കുക ഷീലാമ്മ വന്നപ്പം ഷീലാമ്മ ഒരു തമാശ കഥ പറഞ്ഞു. ആ തമാശ കഥ ഇങ്ങനെയായിരുന്നു. ഒരാൾ ഷീലാമ്മയെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമായിട്ട് വന്നു. അവർ വന്ന ശേഷം ഞാൻ പറയാം. എൻ്റെ ഒരാൾ ഇങ്ങനെ വന്നു സിനിമ അവർക്ക് എന്നോട് ഭയങ്കര ഒരു ഇഷ്ടം, എന്തോ ഒരു പ്രേമോ ഇഷ്ടമാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങേര് വന്ന് അമേരിക്കയിലുള്ള ഒരാളാണ്. അങ്ങേര് അവിടെ നിന്ന് വന്നിട്ട് എന്നെ വന്ന് വീട്ടിൽ വന്നിട്ട് ഒരു പടത്തിൻ്റെ അത് മറ്റന്നാളാണ് ഷൂട്ടിങ്. അങ്ങനെ പറഞ്ഞു 10 ദിവസം കൊണ്ട് ഞാൻ ഇപ്പോൾ തീർത്തിട്ട് പിന്നെയും വരത്തുള്ളൂ, മറ്റന്നാൾ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെങ്കിൽ ആദ്യം പാട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ വേറെ ആരോ പാട്ട് എടുത്ത് വെച്ചിരുന്ന ആ പാട്ട് മേടിച്ചങ്ങേര്. അപ്പോൾ ഒരു പടത്തിൻ്റെ പകുതിയും തുക എൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ സെറ്റിൽ മേക്കപ്പ് എല്ലാം സെറ്റ് പോകണം. ഫസ്റ്റ് നൈറ്റ് ഒരു കട്ടിലാണ് ഇട്ടിരിക്കുന്നത്, ഫസ്റ്റ് നൈറ്റ് കട്ടിൽ. അയാളാണ് ഡയറക്ടറും. അപ്പോൾ വന്ന് ഫസ്റ്റ് നൈറ്റ് വന്ന് എന്നെ വലിച്ചിടുക, കട്ടിൽ ഞാൻ വീഴുന്നു, അങ്ങേര് മുകളിൽ എന്നെ വീഴുന്നു. ഇങ്ങനെ അങ്ങേര് എന്നെ മുഴുവനും എൻ്റെ ഇവിടെ ഞാൻ തന്നെ ഒരു റേപ്പിംഗ് സീനിൽ തള്ളുന്ന പോലെ തള്ളേണ്ടി വന്നു, അത്രത്തോളം ക്ലോസ് ആയിട്ട്. പിന്നെ അടുത്ത ഷോട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പതുക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ കട്ടലിൻ്റെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും, അങ്ങനെ അടുത്ത ഷോട്ട് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെന്നെ വലിക്കണം, അങ്ങനെ ഒരു ഷോട്ട്. ഇങ്ങനെ ഓരോ ഷോട്ട് പറയാനും പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആ പരിപാടി വേണ്ട, ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾ കൂടെ എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ഷോട്ട് പറയുന്നത്, ഇവിടെ വെച്ച് തന്നെ പറയാന്ന് പറഞ്ഞു. അപ്പം അന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരയ്ക്കും എന്നെ കെട്ടിപ്പിടിക്കുക, കട്ടിൽ തള്ളുക, അങ്ങേരും ഓടി വരാ. ഇങ്ങനെ ഷോട്ട് എടുത്ത് 4-5 ദിവസത്തിന് എന്തോ ഷൂട്ടിങ് കോൾ ഷീറ്റ് മേടിച്ചിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ മേക്കെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. മണി 9 10 11 ഒന്നും ആരും വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ മാനേജറിനെ വിളിച്ചു, എന്താ കാര്യമെന്ന്. അമ്മ ഞാൻ വരാൻ വീട്ടിലേക്കെന്ന് പറഞ്ഞ് അങ്ങേര് വീട്ടിലേക്ക് വന്ന് പറഞ്ഞു, അമ്മ അങ്ങേര് പടം എടുക്കാനൊന്നും വന്നിട്ടില്ല, നിങ്ങളെ ഒന്ന് തൊടണം, നിങ്ങളുടെ ഒന്ന് കെട്ടിപ്പിടിക്കണം. നിങ്ങൾ സാധാരണയായിട്ട് തൊടാൻ സമ്മതിക്കോ? അതുകൊണ്ട് സിനിമ എടുക്കാന്ന് പറഞ്ഞിട്ട് വന്ന് 6 മണിയും ചെയ്യാലോ. 80% പൈസ അഡ്വാൻസും തന്നു. 50% അഡ്വാൻസും കൊടുത്തിട്ട് കുറെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പോവുകയും ചെയ്തു. ഇതിലെ വേറൊരു കൗതുകമുള്ള കാര്യം എന്താ പറയാ, ഈ ഷീലാമ്മ ഇത് പറഞ്ഞല്ലോ, ഇത് ഞങ്ങളുടെ ഒരു പരിപാടി പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷീലാമ്മ അമേരിക്കയിൽ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ ഈ കഥ അത്യാവശ്യം ഇങ്ങനെ കേട്ട ആൾക്കാർ ചോദിച്ചു, ഷീലാമ്മനെ കെട്ടിപ്പിടിച്ച ഒരുത്തൻ അന്ന് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ആ കഥ അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ഓഡിറ്റോറിയത്തിൽ തമാശക്ക് ചോദിച്ചപ്പോഴേ ഒരു 10-30 പേര് എണീറ്റ് ഞാനാണാ ചെയ്തതെന്നും പറഞ്ഞ് അല്ലേ, അതൊരു അവാർഡാണ്. ഇപ്പോഴും ഞാനാണ് ശ്രീരാമൻ എന്നെ ഞെട്ടിപ്പോയി, ഇത്രയും പേരോ ഒരാളെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഒരു ആഗ്രഹവും സിനിമ സെറ്റ് വരിക എന്നൊക്കെ പറയുന്നത് അല്ലേ. നിങ്ങളുടെ സ്റ്റുഡിയോകളുടെ വാതിക്കൽ എപ്പോഴും കുറെ ആളുകള് പോകുമ്പോഴും ഷീലാമ്മ സ്ത്രീകൾ തന്നെ സ്നേഹിച്ചില്ല, ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ഈ ചെമ്മീനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്ന അറിയോ? അയ്യോ, ഒരുപാട് പ്രാവശ്യം. പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു. പിന്നെ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ എന്തോ ഒരു കരച്ചിലായിരുന്നു. ഒരിക്കൽ സീത ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഷീലാമ്മയോട് ആരാധനയാണോ പ്രണയമാണോ എന്നറിയില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരുമാണ് സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. എപ്പോഴും ഞങ്ങൾ ഫോണിൽ സംസാരിക്കും. പഴയ ആൾക്കാരിൽ ഞങ്ങൾ തമ്മിലുള്ള തമ്മിലാണ്. അതെ, ഷീലാമ്മ എവിടുത്തെ കാര്യമൊക്കെ ചോദിക്കും, ഞാൻ അവിടുത്തെ കാര്യമൊക്കെ ചോദിക്കും. അപ്പൊ ഈ ഇത്രയും വർക്കിനിടയിൽ നിങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഷീലാമ്മ കുറച്ച് കഴിയുമ്പം ഇത് ചെയ്ത് നമുക്ക് തന്നെ ഒരു മൊണോട്ടോണി ഫീൽ ചെയ്യുമല്ലോ. എന്താണ് അല്ലാത്തൊരു രസം നിങ്ങൾക്ക് ഈ ലൊക്കേഷനിൽ? നിങ്ങളിപ്പോ കാരവാനൊന്നും ഒന്നും ഇല്ലല്ലോ, എല്ലാവരും ഒന്നിച്ച് വട്ടം കൂടി ഇരുന്ന് അല്ലേ, അവിടുന്ന് ഇവിടെ ഓരോ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ച് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതെ, നസീർ സാറിന്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം കഴിക്കാനൊക്കെ കുഴക്കിട്ടൊക്കെ കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ അദ്ദേഹം കഴിക്കാറില്ല, ഞങ്ങൾ തന്നെ കഴിച്ചു തീർക്കുക. ഇത്രയും ഈ പ്രണയ നായിക ഇപ്പൊ അമ്മയും മകനായിട്ടും ചേട്ടിയും അനിയനുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രണയ ചിത്രങ്ങൾ അഭിനയിച്ചു തോന്നിയിട്ടുണ്ട്. ഷീലാമ്മയ്ക്ക് പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രണയത്തിനെ കുറിച്ച് പറയണെങ്കിലേ, പ്രണയം എപ്പോഴും ജയിക്കാൻ പാടില്ല, തോൽക്കണം. ജയിച്ച കല്യാണത്തിൽ തീരും,
ആ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടിയായി വഴക്കായി പിള്ളേരായി എന്തെങ്കിലും ഒരു കൊച്ചു കൊച്ചു വഴക്കെങ്കിലും ആയല്ലോ. ഇപ്പോഴാണെങ്കിൽ മിക്കവാറും ഡൈവോഴ്സും ആവും. ഉം. മിക്കവാറും പേർക്ക് അങ്ങനെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു കാലമല്ലേ. എന്നെ സംബന്ധിച്ചോളം പ്രണയം തോൽക്കണം. തോൽറ്റാലേ ലൈല മജ്നു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അവരെ പറ്റി പറയണമെങ്കിൽ തോൽക്കണം. തോറ്റാലേ എന്നും മധുര സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിൽ അങ്ങനെ കുറിച്ചൊരു പ്രണയം ഉണ്ടാവും. ആ പെണ്ണിനെ പറ്റിയ പ്രണയം ഉണ്ടാവും. തോൽക്കണമെന്ന ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ വയസ്സിനിടെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ചിന്തിച്ചാൽ അതിൽ വലിയ ഒരർത്ഥമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എന്ന് പറയും. നമ്മൾ അതിൻ്റെ ഒരു തീവ്രതയും കാലവും നിലനിൽക്കുന്നതിനകത്തിൽ വലിയ പങ്കുണ്ട്. എനിക്ക് ഷീലാമ്മയെ എപ്പോഴും ഫോൺ വിളിക്കാൻ പറ്റുന്ന സംസാരിക്കുന്ന ഒരാളല്ല. ശ്രീലത ചേച്ചീനെ അങ്ങനെ ഇരിക്കുമ്പം നാട്ടിലുള്ള ഇടയ്ക്ക് കാണും, വർത്താനം പറയും, തമാശയൊക്കെ പറയും. പക്ഷേ ആ കാലഘട്ടത്തെക്കുറിച്ച് എനിക്കിങ്ങനെ കഥകൾ കേൾക്കുന്നതിൽ ഞാൻ എപ്പോഴും വിളിക്കുന്ന ഒരാൾ. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു 95 വർഷത്തെ പഴക്കമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം നിങ്ങളുടെയൊക്കെ ഒപ്പം തന്നെ സമകാലീനായി പയ്യനായി വന്ന് അപ്പം എപ്പോഴും കഥകൾ പറയും. അന്ന് ഈ പ്രോട്ടോക്കോൾ ഉണ്ട്, വലിയ നായകൻ നായികയ്ക്ക് വേറെ സ്ഥലത്ത് വേറെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയും മാറിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹവും ഇപ്പോഴും സിനിമയിൽ വളരെ സജീവമാണ്. വ്യക്തിപരമായ ആത്മബന്ധമുള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്നുള്ള ആളാണെന്ന് തോന്നില്ല. സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കുഞ്ചൻ ചേട്ടൻ. താങ്ക് യു വെരി മച്ച് വന്നതിൽ. അയ്യോ നമസ്കാരം. ആദ്യമായിട്ട് കണ്ട ഒരു നടിയാണ് എൻ്റെ ജീവിതത്തില്. വരൂ, ഇരിക്കൂ. എന്നാൽ ആ നടിയോടൊപ്പം ഒരു കസേരയിൽ ഇരിക്കാനുള്ള സുവർണ അവസരം. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് കണ്ട നടിയുമാണ്. ആദ്യമായിട്ട് കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട പ്രേംനസീർ സാർ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എൻ്റെ ആദ്യത്തെ പടവും. കുഞ്ചേട്ടൻ്റെ ആദ്യത്തെ പടം നസീർ സാറിന്റെ കൂടെയാണ്. എനിക്കൊന്ന് നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്നത്. ഏതാ വിദ്യാർത്ഥികൾ? ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് അല്ലേ? അതെ, ഞങ്ങളുടെ സ്റ്റുഡൻസ് ആയിരുന്നു. സിനിമയുടെ പേര് റെസ്റ്റ് ഹൗസ്. അത് വലിയ ഹിറ്റ് ആവുകയും അതിലെ കുഞ്ചൻചേട്ടന്റെ വേഷം ഇത്തിരി പോപ്പുലർ ആവുകയും ചെയ്യുന്നു അല്ലെ? ആദ്യ സിനിമ തന്നെ കൃഷ്ണനായിട്ട് വേഷം ഇട്ടു. കുചേലകൃഷ്ണൻ. കുചേലകൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുകയും 2 മുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇലാമ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത്രയും ഭംഗിയുള്ള നടിയെ ആദ്യമായിട്ട് കാണുക. നസീർ സാർ അതുപോലെ തന്നെ സുന്ദര കുട്ടപ്പൻ. അങ്ങനെ സന്തോഷമായിരിക്കുന്നു എന്തായാലും. കുഞ്ചേട്ടാ, ഇപ്പൊ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ട് അന്നൊക്കെ ഇങ്ങനെ ഈ സിനിമയിൽ ഇങ്ങനെ പല പ്രോട്ടോകോൾ ആളുകൾ നിൽക്കുമ്പോൾ കുഞ്ചേട്ടനെ പോലെ ഒരാൾ ആഗ്രഹിച്ച് ചെന്ന ഒരാൾക്ക് അന്ന് ഈ പറഞ്ഞ പോലെ നസീർ സാറിൻ്റെ ഒപ്പം ഒരു വലിയ വേഷം കിട്ടുക, ആ സിനിമ ഹിറ്റാവുക. ഇപ്പം കുഞ്ചൻചേട്ടൻ്റെ മുഖത്ത് ഞാൻ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പൊ കാണാൻ പറ്റും. കാണുമ്പോൾ അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. അതിനകത്തൊരു ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്നതില്ല. ഞാൻ തുറന്നു പറയാമല്ലോ. അന്ന് സുഹൃത്ത് ബന്ധമായാലും എന്ത് ബന്ധമായാലും ഒരടുപ്പം, ഒരു കൂട്ടായ്മ. ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ ഷൂട്ടിങ് ഞങ്ങൾ എല്ലാവരും അല്ലേ ശ്രീരാമനെ ചോദിച്ചറിയാം. എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രസകരമായിരുന്നു.